എസ് മനേഷ് എന്നെ ഒന്ന് കൊരുക്കാനായിട്ട് ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. പക്ഷേ ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വളരെ അതിനോട് വികാരപരമായി പ്രതികരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് മോഡറേറ്ററായ അദ്ദേഹം ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോ എന്തായാലും അതിൽ നിന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു. വിഷയത്തിന്റെ ഒരു മെറിറ്റിലാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പ് നല്ലതാണോ ചീത്തയാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ രുചിച്ചു നോക്കണം. വാർത്തകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. വാർത്ത വന്നാലല്ലേ അത് വാർത്തയിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പ്രേക്ഷകന് ഇതുപോലെ തന്നെയാണ്. ഉപ്പിഷ്ടമുള്ള ഉപ്പ് കൂടുതൽ ഇട്ട് കഴിക്കുന്നവരുണ്ട്, ഉപ്പ് തീരെ ഉപയോഗിക്കാത്തവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉപയോഗിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെയാണ് പഞ്ചസാരയും. അപ്പോൾ മധുരമാണോ ഉപ്പാണോ കയ്പാണോ അങ്ങനെ ഏത് രുചിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റ് ആണ്. മാധ്യമങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും പ്രേക്ഷകന്റെ ആ ഒരു ടേസ്റ്റ് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരെക്കാളും അനുഭവ പരിചയം കുറവുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എളിയവളായ എന്നെയും ഈ ഒരു വലിയ പാനലിന്റെ കൂടെ ഇവിടെ ഇരുത്തിയ സംഘാടകർക്ക് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നേരത്തെ ഞാൻ ഉപ്പിനെ കുറിച്ചും പഞ്ചസാരയെ കുറിച്ചും സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആ ഒരു ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മളിപ്പോൾ വാർത്തകളുടെ അല്ലെങ്കിൽ വാർത്ത നൽകുന്നവരെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഒരു സാമ്പ്രദായികമായ ഘടനയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി പതിയെ പതിയെ വിട്ടുവരികയാണ്. പലപ്പോഴും ഒരു നവമാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ അതേ രീതിയിലേക്ക് ഇപ്പോഴത്തെ, ഞാൻ ദൃശ്യമാധ്യമത്തിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ, എനിക്ക് പത്രങ്ങളിലെ ഒരു രീതി മാറി വരുന്നത് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, ചെയ്തുള്ള പരിചയമില്ല. അപ്പോൾ ഞാൻ ദൃശ്യമാധ്യമത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോ ഈ ഇന്റർനെറ്റിന്റെ ഒരു പ്രചാരം കൂടി വരുന്നതിനൊപ്പം വളർന്നു വന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞ് കോളേജ് പഠനകാലത്തിലേക്ക് ഞാൻ കടക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പോൾ MSNൽ നിന്ന് യാഹൂ മെസ്സഞ്ചറിലേക്ക്, ഓർക്കുട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു തലമുറയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് ഓർക്കുട്ടായിരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വാർത്തകളുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു രീതി കുറവായിരുന്നു. അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ 2010 ശേഷമുള്ള ഇക്കഴിഞ്ഞ വർഷങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു രീതിയിലേക്ക്. അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. കാരണം വെരിഫൈഡ് അല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ്, അതായത് മാധ്യമങ്ങൾക്കാണെങ്കിൽ അത് ഫാക്ട് ചെക്ക് ചെയ്യുന്നതിന് അവരുടേതായ സ്വന്തം സംവിധാനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ PIB ഒക്കെ ഫാക്ട് ചെക്ക് ചെയ്താണ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റ് വരുമ്പോൾ ചൂണ്ടിക്കാട്ടുന്ന പലതരം സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരു ഇന്റേണൽ ഫാക്ട് ചെക്ക് ടീം തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം, അത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നതെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം വേണം കൊടുക്കാൻ. അതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നവമാധ്യമങ്ങളിൽ ഈ വാർത്തകളുടെ അതിപ്രസരം വന്നപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുമ്പോൾ അതിൽ എവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഇല്ലാതായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും അങ്ങ് സ്വാതന്ത്ര്യത്തോടെ ഫ്രീ വില്ലോടുകൂടി അങ്ങ് എഴുതി വിടുകയാണ്. വാർത്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കുന്നില്ല. അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ജേർണലിസം കൂടി വരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഒരേ കണ്ടന്റ് നമ്മൾ എത്ര പേജിലാണ് കാണുക? ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയേക്കാൾ കൂടുതൽ എന്റെ ഫോട്ടോയൊക്കെ ഞാൻ പല പല പേജുകളിലാണ് കാണാറുള്ളത്. അപ്പൊ കുറെ പേരൊക്കെ ഈ ലിങ്കൊക്കെ അയച്ചു തരും. അതിനുശേഷം എന്റെ ചില സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ചോദിക്കും, നിങ്ങളുടെ PR ആണോ ഇതെന്ന്? ഇപ്പൊ ബിഗ് ബോസിലാണല്ലോ PR ചർച്ചയാവുന്നത്. അതുപോലെ എല്ലാവരും വന്ന് ചോദിക്കും, നിങ്ങളുടെ PR ആണോ? അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു റെപ്പറ്റീഷൻ, അത് നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലാത്തതോ ആയ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നവമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതേസമയം വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ടെലിവിഷനിൽ അത് ഏത് ന്യൂസ് ചാനൽ ആയാലും, ഞാൻ ജോലി ചെയ്യുന്നതോ ഞാൻ മുമ്പ് ജോലി ചെയ്തതോ ഞാൻ ജോലി ചെയ്യാത്തതോ ആയ ചാനലുകളായാലും അതിലെല്ലാം ഈ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഗേറ്റ് കീപ്പിംഗ്, അതായത് പല തട്ടുകളിലൂടെ കടന്നു വന്നാണ് ഈ വാർത്ത പ്രേക്ഷകരിലെത്തുന്നത്. അപ്പോൾ അവിടെ തെറ്റ് പറ്റാം, തെറ്റ് പറ്റായികയില്ല, തെറ്റ് പറ്റി നമ്മളൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പല വാർത്തകളിലും. പക്ഷേ തെറ്റ് പറ്റാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കേണ്ടത്. അവിടെ നമ്മുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളോ അങ്ങനെയൊക്കെ വാർത്തയുടെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മരിക്കുന്നത്. വാർത്ത എന്താണോ വാർത്തയായി പ്രേക്ഷകനിലേക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും അതിലേക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടി ചേർത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫോർമുലയ്ക്കുള്ളിൽ നിങ്ങൾ ആ വാർത്തയെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലേക്ക് വാർത്ത മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മരിക്കുന്നത്. മാധ്യമ പ്രവർത്തനം എന്തിനാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്? അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ചു പോകണ്ടേ? എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തനം? എന്തിനാണ് ഇത്രയും വാർത്താ അവതാരകരും ഇത്രയും വാർത്താ ചാനലുകളും ഇത്രയും